മാർക്കറ്റ് ക്രാഷ്, മാർക്കറ്റ് ഡിപ്പ്, ബൂം, ഈ ടേംസാണ് നമ്മൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ കേൾക്കുന്നത്. ആക്ച്വലി ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷിലോട്ടാണോ പോകുന്നത്? അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ക്രാഷ്. ഇപ്പൊ ദുബായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ക്രാഷ് സംഭവിക്കുന്നത്? എപ്പോഴും കുറെ അവൈലബിലിറ്റി, അതായത് ഒരു സാധനം ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിന് ഡിമാൻഡ് ഇല്ലാണ്ടായി പോകുന്നത്, അല്ലെ? അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു ക്രാഷ് സംഭവിക്കുന്നത്. നമ്മൾ ദുബായിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 തൊട്ടുള്ള ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രാഫ് ഇപ്പൊ എന്താണ് അവസ്ഥ? അന്നുണ്ടായിരുന്ന പോപ്പുലേഷനെക്കാട്ടി എത്രയോ മടങ്ങായി ഇപ്പൊ വന്നിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ 4 മില്യൺ ആണ് ദുബായിൽ മാത്രമുള്ള പോപ്പുലേഷൻ. ഇത്രയും പോപ്പുലേഷൻ താമസിക്കാൻ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് ഹൗസിംഗ് ഉള്ളൂ. അതായത് ഒരു പേഴ്സൺ, ഒരു 1:5 എന്നുള്ള രീതിയിലാണ് ഇപ്പൊ 5 പേർക്ക് കൂടി ഒരു ഹൗസിംഗ്, അതും റെഡി അപ്പാർട്ട്മെന്റ്സ് വളരെ കുറവാണ്. ഇതൊക്കെ ഓഫ് പ്ലാനിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നവർക്കാണ് ഇത് തോന്നുന്നത് കൂടുതലായിട്ട് ഇവിടെ ക്രാഷ് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ. ശരിക്കും ഇതിന്റെ കണക്ക്, എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവ് ഡാറ്റ ഉള്ളവർ ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെ പറയില്ല. കാരണം ഒരു നല്ല ഇൻവെസ്റ്റർ എപ്പോഴും ഡാറ്റ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവൈലബിലിറ്റിയും സപ്ലൈയും ഈ ഡിമാൻഡും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു പിക്ചർ ഉള്ളവർ ആ ക്രാഷ് ഇപ്പൊ വരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെ, അതുപോലെ ഇപ്പൊ വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻസ് ഉണ്ട്, നമുക്ക് D33 വരുന്നുണ്ട്, 2040 ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇതിന് വലിയൊരു പ്രൂഫാണ്. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് വരുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു പ്രൂഫ് നമ്മുടെ ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാനും D33 അജണ്ട തന്നെ.